അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്നലെ എൻ്റെ നാട്ടിൽ കണ്ണൂർ ഏറെ സങ്കടപ്പെടുത്തുന്ന സംഭവമുണ്ടായി. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ. അവസാന നിമിഷം വരെ സമുദായത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ജീവിച്ച ഒരു പണ്ഡിതൻ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നഷ്ടം നമുക്ക് തന്നെയാണ്. ഇന്നലെയാണ് ഇത് സംഭവം നടന്നത്. ചില മരണങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചു പോകുന്നത് നമ്മളും ആ വേദനയിലായി പോവുകയാണ്. കണ്ണൂർ വളപട്ടണത്ത് വെച്ച് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് മുഹമ്മദ് അലി സഹദി തേക്കുംപാട് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. SYS കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മാടായി സോൺ മുൻ പ്രസിഡന്റും കീരിയാട് ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രധാന അധ്യാപകനുമാണ്. അദ്ദേഹത്തിന്റെ അവസാന സ്റ്റാറ്റസ് അതാണ് എല്ലാവരെയും വേദനിപ്പിച്ചത്. മയ്യത്ത് പരിപാലനത്തിനെ കുറിച്ചുള്ള ക്ലാസ്സാണത്രേ. പ്രിയപ്പെട്ടവരെ, എത്ര ഹൃദയഭേദകമാണ്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വഴികാട്ടി മരണത്തെക്കുറിച്ച് ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം യാത്രയായി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജുമൈല, വിദ്യാർത്ഥികളായ 4 മക്കളുമുണ്ട്. അല്ലാഹ് പടച്ചറബ്ബ് തന്നെ ആ മക്കളെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പടച്ചറബ്ബ് ഉസ്താദിൻ്റെ സഹപ്രവർത്തകർക്കും കുടുംബത്തിനും വിദ്യാർത്ഥികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ഫാത്തിയെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിന് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബേ, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ നൽകണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അള്ളാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ അള്ളാഹ്. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത ഈ ഒരു വിദ്യാർത്ഥിയുടെ മരണമാണ്. മക്കളുടെ മരണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഒരുപാട് മക്കളുടെ മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മരണപ്പെട്ട ആ മാതാപിതാക്കളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ പടച്ചറബ്ബിന് മാത്രമേ അറിയൂ. അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അവരുടെ മനസ്സ് മാറാതെ പടച്ചറബ്ബ് നോക്കട്ടെ. മലപ്പുറത്താണ് സംഭവം. മുഹമ്മദ് ബിലാൽ 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അങ്ങനെയാണ് മിക്ക കുട്ടികളും ഈ അടുത്തായിട്ട് മരണപ്പെട്ടത്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പുറത്തൂർ കളൂർ സ്വദേശി ഉള്ളാട്ടിൽ മുനീറിൻ്റെ മകനാണ് മുഹമ്മദ് ബിലാൽ. ബിലാൽ മരണപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു. ഇന്നലെ ബുധനാഴ്ച വൈകിട്ട് സുഹൃത്തുക്കളുമൊത്ത് AVS കടലിനരികിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. പന്ത് കളിച്ചുകൊണ്ടിരിക്കെ പന്ത് പുഴയിലേക്ക് വീഴുകയും ചെയ്തു. തുടർന്ന് പന്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചത്. ബിലാലിനെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടുകാരൻ മുഹമ്മദ് അഫാൻ എന്ന കുട്ടി ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ആ കുട്ടിക്ക് അത് സാധിച്ചില്ല. അങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ കുട്ടിയും വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൂടെ കളിക്കാനെത്തിയ മറ്റു കുട്ടികൾ ഇത് കണ്ട് ഈയൊരു മോനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇല്ലെങ്കിൽ ആ കുട്ടിയും ഇതേപോലെ തന്നെ അപകടത്തിൽപ്പെടുമായിരുന്നു. പടച്ചറബ്ബ് കാത്തു. അങ്ങനെ ഇവർ ബിലാലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവർക്കത് സാധിച്ചില്ല. അങ്ങനെ ഇത് കുട്ടികൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ അവിടെയുള്ള നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ നാട്ടുകാർ ഉടനെ എത്തുകയും ബിലാലിനെ എടുത്ത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പടച്ചറബ്ബിലേക്ക് മടങ്ങി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നന്നായി പഠിക്കുന്ന പൊന്നുമോനാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച അഫാൻ എന്ന കൂട്ടുകാരൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ, പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഈ മരണപ്പെട്ടുപോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. മുഹമ്മദ് അലി സഹദി എന്ന ഈ യുവപണ്ഡിതൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ബിലാൽ എന്ന പൊന്നുമോൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും ഒക്കെ പെടാം റബ്ബേ. നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ.
അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.